ദൈവമേ, ഈ പെണ്ണിതുവരെ ഒരുങ്ങിക്കഴിഞ്ഞില്ലേ? കല്ലു, എടി കല്ലു, എത്ര നേരമായി ഇവളോട് പറയാൻ തുടങ്ങിയിട്ട്? സമയം എത്രയായി എന്നാ വിചാരം? താഴെ ഹാളിൽ നിന്നുള്ള അമ്മ ശ്രീദേവിയുടെ അലർച്ച കേട്ടിട്ടും അകത്തെ മുറിയിൽ ഒരുങ്ങുകയായിരുന്ന കല്യാണിയുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സാരിയുടെ പ്ലീറ്റ്സ് ഒന്നുകൂടി ശരിയാക്കുന്നതിനിടയിൽ അവൾ ദീർഘമായൊന്ന് നെടുവേർപ്പെട്ടു. ഇളം നീല നിറമുള്ളൊരു സാരിയിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു. പക്ഷെ ആ മുഖത്ത് ഒരു മാരേജിന് പോകുന്നതിൻ്റെതായ യാതൊരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, പോകുന്നത് മാധവ് സാറിന്റെ വിവാഹത്തിനാണ്. കല്ലുവിന്റെ അമ്മ ശ്രീദേവിയുടെ വകയിലെ അകന്നൊരു ബന്ധുവിന്റെ മോനാണ് ആള്. കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ ശ്രീമംഗലം വീട്ടിൽ രാജീവ് മേനോന്റെയും ഭാര്യ ഗീതാ രാജീവിന്റെയും കടിഞ്ഞൂൽ പുത്രൻ സാക്ഷാൽ മാധവ് മേനോൻ. കല്യാണിയുടെ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയാണ് കക്ഷി. കല്യാണിക്കാണേൽ മാധവിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. മാധവിന് തിരിച്ചും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. അതാണ് അവളുടെ ഈ മടുപ്പിനുള്ള മൂല കാരണം. താഴെ നിന്ന് സ്റ്റെയർ കയറി വരുന്ന ശ്രീദേവിയുടെ കാലൊച്ച കേട്ടതും കല്ലു വേഗം ഡ്രസ്സിംഗ് ടേബിളിൽ നിന്ന് സേഫ്റ്റി പിൻ എടുത്ത് സാരിയിൽ കുത്താൻ ശ്രമിച്ചു. വെപ്രാളത്തിനിടെ പിന്നെ വിരലിൽ കുത്തിയമർന്ന ഒരു തുള്ളി ചോര പൊടിഞ്ഞിറങ്ങി. നീറ്റലോടെ അവൾ കൈവലിച്ചു. എന്താടി ഇത്? മര്യാദക്കൊരു സാരി ഉടുക്കാൻ പോലും നീ ഇതുവരെ പഠിച്ചില്ലേ? മുറിയിലേക്ക് കയറി വന്ന ശ്രീദേവി ദേഷ്യത്തോട് ചോദിച്ചുകൊണ്ട് കല്ലുവിന്റെ കയ്യിൽ നിന്ന് സേഫ്റ്റി പിൻ പിടിച്ചു വാങ്ങി സാരിയുടെ പ്ലേറ്റ്സ് നേരെയാക്കാൻ തുടങ്ങി. എന്റെ പൊന്നമ്മേ, എന്തിനാ ഇത്ര ധൃതി? മുഹൂർത്തം 10:30-ക്കല്ലേ? ഇവിടെ നിന്ന് 20 മിനിറ്റ് പോലും തികച്ചു വേണ്ട ഓഡിറ്റോറിയത്തിലെത്താൻ. ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് തന്നെ നമ്മൾ അവിടെ ചെന്ന് പന്തലിന് കാവലിരിക്കേണ്ട ആവശ്യം എന്താ? കല്ലു ചുണ്ട് കൂട്ടിക്കൊണ്ട് അനിഷ്ടത്തോടെ പറഞ്ഞു. അത് കേട്ട് ശ്രീദേവി അവളെ രൂക്ഷമായെന്ന് നോക്കി. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കല്ലു. ഇതങ്ങനെ വെറും ഒരു വിവാഹമല്ല, മാധവ് മോന്റെ വിവാഹമാണ്. ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം രാജീവേട്ടന്റെയും ഗീതേച്ചിയുടെയും വീട്ടിൽ നടക്കുന്ന ആദ്യത്തെ മംഗളകർമ്മം. അവരിന്ന് നമ്മളെ അവിടെ എത്രമാത്രം പ്രതീക്ഷിക്കുന്നുണ്ടാവുമെന്നറിയാവോ? എല്ലാത്തിനും നമ്മൾ വേണം മുന്നിൽ നിന്ന് നടത്തിക്കൊടുക്കാൻ. അത്രയ്ക്കുണ്ട് നമുക്ക് അവരോടുള്ള നന്ദിയും കടപ്പാടും. ഓ, തുടങ്ങി അമ്മയുടെ ഒരു കടപ്പാട് പുരാണം. കല്ലു ദീർഘമായൊന്ന് നിശ്വസിച്ചു. പുരാണം അല്ലടി, സത്യവാ. നീ അന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ നിന്റെ അച്ഛന്റെ ബിസിനസ് പൊളിഞ്ഞത്. നമ്മളെല്ലാം പെരുവഴിയിലായത്. വാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ആ ഇടുങ്ങിയ വീട്ടിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങേണ്ടി വന്നപ്പോ ആരും ഉണ്ടായിരുന്നില്ല ഒരു സഹായത്തിന്. സ്വന്തം വീടിന്റെ ആധാരം വരെ പണയം വെച്ച് ആ സമയത്ത് നമുക്ക് പണം തന്ന് സഹായിച്ചവരാ രാജീവേട്ടനും ഗീതേച്ചിയും. അതൊക്കെ നീ മറന്നാലും ഞാനോ നിന്റെ അച്ഛനോ ഒരു കാലത്തും മറക്കില്ല. അന്നു മുതൽ ഇന്ന് വരെ എന്താവശ്യത്തിനും ഒരു വിളിക്കപ്പുറം അവരുണ്ടായിരുന്നു. ശ്രീദേവിയുടെ ശബ്ദം ചെറുതായി ഇടറി. കല്ലുവിനാണേൽ ഈ കഥ കേട്ട് മടുത്തിരുന്നു. അവൾക്കും രാജീവിനോടും ഗീതയോടും സ്നേഹവും ബഹുമാനയൊക്കെ ആണ്. പക്ഷെ മാധവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അമ്മേ, ഈ കഥ ഞാൻ 101ാമത്തെ തവണയാ കേൾക്കുന്നത്. ഓക്കെ ഫൈൻ, അങ്കിളും ആന്റിയൊക്കെ നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്, സമ്മതിച്ചു. പക്ഷെ അതിന്റെ പേരിൽ ഞാൻ എന്തിനാ മാധവ് സാറിനെ പോയിട്ട് പൂജിക്കുന്നത്? അമ്മയ്ക്ക് അറിയില്ല, അങ്ങേരുണ്ടല്ലോ ഒരു കാലൻ. ക്ലാസ്സിലോട്ടെങ്ങാൻ കയറി വന്നാൽ പിന്നെ ശ്വാസം വിടാൻ പോലും സമ്മതിക്കില്ല. കഴിഞ്ഞ ആഴ്ച അസൈൻമെന്റ് വയ്ക്കാൻ ഒരു ഇത്തിരി ലേറ്റ് ആയതിന് അയാൾ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. അതും പോരാഞ്ഞ് ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് എന്നെ കളിയാക്കി. പണ്ടാറക്കാലൻ, മൊരടൻ. കല്ലു, നീ ഇത് എങ്ങോട്ടാ പറഞ്ഞു പോകുന്നത്? അധ്യാപകരാകുമ്പോൾ കുറച്ചൊക്കെ സ്ട്രിക്റ്റ് ആയി നിൽക്കണം, അതാ അതിന്റെ രീതി. അല്ലാതെ അവൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. മാധവ് മോൻ ഒരു പാവമാ. ശ്രീദേവിയുടെ സ്വരം കടുത്തു. ഓ പിന്നെ പാവം, ഉറങ്ങുമ്പോഴായിരിക്കും. സത്യം പറഞ്ഞാ അങ്ങേരൊന്ന് ചിരിക്കുന്നത് പോയിട്ട് ആ മുഖത്തൊരു നേർത്ത ഭാവവ്യത്യാസം വരുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. ഏത് നേരവും ഗൗരവം, ഒരു കൊട്ട ഡിസിപ്ലിൻ, ഹൈജീൻ, പങ്ക്ച്വാലിറ്റി. ഹോ, എന്തൊരു മനുഷ്യനാണ്. അയാളെങ്ങാൻ പട്ടാളത്തിലായിരുന്നെങ്കിൽ ഇന്ത്യ രക്ഷപ്പെട്ടേനെ. ശ്രീദേവിക്ക് ആ പറഞ്ഞതങ്ങോട്ട് ഇഷ്ടമായില്ലെങ്കിലും അവളുടെ ആക്ഷനും ശൈലിയും ഒക്കെ കണ്ട് ചിരി വന്നുപോയി. നീ ഇങ്ങനെ വെറുതെ ഓരോന്ന് പറയല്ലേ. അവൻ ഈ പുറമേ കാണുന്ന ഗൗരവമേ ഉള്ളൂ, ഉള്ളിൽ നല്ല സ്നേഹമുള്ള കുട്ടിയാ. അത് നിനക്ക് അറിയാത്തോണ്ടാ. ഓ, അമ്മ മാധവ് സാറിന്റെ സൈഡാണെന്ന് എനിക്കറിയാം. എന്തായാലും എനിക്ക് അയാളെ ഒട്ടും ഇഷ്ടമല്ല. അയാൾ ശരിയല്ലാന്നേ. ഒരുമാതിരി റോബോട്ടിനെ പോലെ ആളുകളോട് പെരുമാറുന്നത് തന്നെ. ഇതിനെയൊക്കെ കല്യാണം കഴിക്കുന്ന ആ പെങ്കൊച്ചിന്റെ അവസ്ഥ ഓർക്കുമ്പോഴാ പാവം. അതിന്റെ ജീവിതം ഇതോടെ തീർന്നു. അമ്മയും മോളും തർക്കിച്ചു നിൽക്കാതെ ഒന്ന് വേഗം വരുന്നുണ്ടോ? നേരത്തെ അങ്ങ് എത്തേണ്ടതാ. കല്ലുവിനോട് തിരിച്ചെന്തോ പറയാൻ വന്നതും താഴെ നിന്ന് വേണുവിന്റെ ശബ്ദം കേട്ട ശ്രീദേവി തിടുക്കത്തിൽ അങ്ങോട്ടേക്ക് നടന്നു.
പിന്നാലെ കല്ലുവും. ഓഡിറ്റോറിയത്തിലേക്കുള്ള യാത്രയിൽ മുഴുനീളെ അച്ഛനും അമ്മയും മാധവനെയും വീട്ടുകാരെയും കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. ഏട്ടൻ ഗീതേച്ചി പറഞ്ഞത് കേട്ടിരുന്നോ? മാധവിന് ഇപ്പോ ഇങ്ങനൊരു കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നത്രേ. ഒടുവിൽ അവരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സമ്മതിച്ചതെന്ന് ശ്രീദേവി പറഞ്ഞു. അവനെന്നും അങ്ങനെ തന്നെയാണല്ലോ ശ്രീ. ജോലിയും വീട്ടുകാരും അല്ലാതെ വേറെ ഒന്നും ശ്രദ്ധിക്കാറേയില്ല. പക്ഷെ ഈ വിവാഹം കഴിഞ്ഞാൽ അവൻ ആ കുട്ടിയെ നന്നായി നോക്കും. അക്കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, വേണു ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. കല്ലുവാണേൽ ആ സംസാരം കേൾക്കാനേ താല്പര്യമില്ലാതെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. അവരെത്തിയപ്പോഴേക്കും ഓഡിറ്റോറിയത്തിൽ നല്ല തിരക്കായിരുന്നു. നാദസ്വരത്തിന്റെ ശബ്ദവും കൂടി നിൽക്കുന്ന ആൾക്കാരുടെ ശബ്ദവും കൊണ്ട് അവിടമാകെ ശബ്ദമയമായിരുന്നു. രാജീവും ഗീതയും മകന്റെ വിവാഹത്തിന് എത്തിയ അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കിലായിരുന്നു. ദാ വേണു ഫാമിലിയും എത്തിയല്ലോ. രാജീവ് ആവേശത്തോടെ കല്ലുവിന്റെ അച്ഛന്റെ അടുത്തേക്ക് വന്നു. ഗീതയും ഓടി വന്ന് ശ്രീദേവിയുടെ കയ്യിൽ പിടിച്ചു. നേരം എത്ര ആയെന്നറിയോ? ഞങ്ങൾ നിങ്ങളെ കാത്തു നിൽക്കുന്നു. എന്തായാലും ഇപ്പൊ ഇങ്ങ് വന്നല്ലോ, സന്തോഷം, അവർ പറഞ്ഞു. പിന്നെ വരാതിരിക്കൂ. മാധവമോൻ ഞങ്ങൾക്കും സ്വന്തം അവനെ പോലെ തന്നെ അല്ലേ? അല്ലേ ഏട്ടാ? ശ്രീദേവി വേണുവിനെ നോക്കി. അദ്ദേഹം അത് ശരിവെച്ച് ചിരിച്ചു. കല്ലുമോളങ്ങ് നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് കേട്ടോ. ഗീത കല്ലുവിനെ അടിമുടി നോക്കിക്കൊണ്ട് ചിരിയോട് പറഞ്ഞു. താങ്ക്സ് ആൻറ്റി, അവൾ നേർത്തൊന്ന് പുഞ്ചിരിച്ചു. അന്നേരമാണ് അവൾ ആ കാഴ്ച കണ്ടത്. സ്റ്റേജിന്റെ ഒരു വശത്ത് കുറച്ച് ആളുകൾക്ക് നടുവിലായി മാധവ് സാർ നിൽക്കുന്നു. കസവും മുണ്ടും മെറൂൺ നിറത്തിലുള്ള കുർത്തയുമാണ് വേഷം. സാധാരണ ഷർട്ടും പാൻറ്റും ധരിച്ച് ഇൻ ചെയ്ത് കാണാറുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി അവനെ ഇങ്ങനെ കണ്ടപ്പോൾ കുറച്ചുകൂടി ഒരു സൗന്ദര്യം കല്ലുവിന് തോന്നി. പക്ഷെ ആളുടെ മുഖത്ത് യാതൊരു സന്തോഷവും ഇല്ല. ആരോടോ ഫോണിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. ഇടത് കൈകൊണ്ട് നെറ്റിയിലെ വിയർപ്പ് ടിഷ്യുവിനാൽ ഒപ്പിയെടുക്കുന്നുണ്ട്. കല്യാണശേഖനാണത്രേ. മുഖത്തൊരു ചിരി പോലും ഇല്ല. ഇങ്ങേരെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ ആവോ? കല്ലു അവനെ മനസ്സിൽ കളിയാക്കി. കല്ലു ചേച്ചി! അപ്രതീക്ഷിതമായി പിന്നിൽ നിന്നുള്ള വിളി കേട്ട് കല്ലു തിരിഞ്ഞു നോക്കി. മഹിമയാണ്, മാധവിന്റെ അനിയത്തി. ആളൊരു കുറുമ്പിയാണേ, അതുപോലെ തന്നെ പാവവും. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് അവളെ, കല്ലുവിനും. ആഹാ, നീ ഇത് എവിടായിരുന്നു മഹിമേ? നിന്നെ കണ്ടില്ലല്ലോ എന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. കല്ലു അവളുടെ കവിളിൽ പതുക്കെ നുള്ളി. ഞാൻ ഏട്ടന്റെ കൂടെ ഉണ്ടായിരുന്നു. ഏട്ടനാണെങ്കിൽ രാവിലെ മുതൽ ഒരേ ദേഷ്യ, വെറുതെ ഓരോന്ന് പറഞ്ഞ് ചൂടാവുകയാ. മഹിമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് നിന്റെ ഏട്ടൻ ചൂടാവാത്തത് എപ്പോഴാ? കല്ലു കണ്ണു കൂർപ്പിച്ചു ചോദിച്ചു. മഹിമ അത് കേട്ട് വിളിച്ചു. അതിനിടയിലാണ് കല്ലുവിന്റെ ഏതോ അകന്ന ചില ബന്ധുക്കൾ അവിടേക്ക് വന്നത്. അവരെ കണ്ടപ്പോഴേ അവൾക്ക് കാര്യം മനസ്സിലായി. ഇനി അങ്ങോട്ട് ചോദ്യങ്ങളുടെ കൂമ്പാരായിരിക്കും. കല്ലുമോളുടെ പഠിപ്പ് കഴിഞ്ഞോ? ഒത്തിരി മെലിഞ്ഞു പോയല്ലോ. ഒന്നും കഴിക്കുന്നില്ലേ? ജോലിയൊന്നും ആയില്ലേ? കല്യാണമൊന്നും ആയില്ലേ? എന്റെ പൊന്നോ, തൊലി ഉരിയും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നോണം അവൾ ജ്യൂസ് കൗണ്ടറിലേക്ക് നടന്നു. അപ്പോഴും അറിയാതെ ആ മിഴികൾ ദൂരെ നിൽക്കുന്ന മാധവ് സാറിന് മേൽ പാറി വീണു. ആളിപ്പോൾ ഫോൺ വെച്ചിട്ട് എന്തോ ചിന്തിച്ചു നിൽക്കുകയാണ്. ഇടയ്ക്കെപ്പോഴോ അവന്റെ കണ്ണുകളും കല്ലുവിന്റെ നേർക്ക് നീണ്ടു. അതോടെ അവൾ പിടച്ചിലൂടെ നോട്ടം പിൻവലിച്ചു. ഹൃദയം ഒന്നുകൂടി വേഗത്തിൽ മിടിച്ചു തുടങ്ങി. അയ്യേ, ഞാൻ നോക്കുന്നത് എങ്ങാൻ ആ കാലം കണ്ടു കാണോ? വേഗം ഒരു ഗ്ലാസ് പൈനാപ്പിൾ ജ്യൂസ് കയ്യിലെടുത്തവൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് മാറി നിന്നു. കുറേയധികം നേരം പ്രത്യേകിച്ച് ഒന്നൊന്നുമില്ലാതെ കടന്നുപോയി. എന്നാൽ വളരെ പെട്ടെന്നാണ് ഓഡിറ്റോറിയത്തിന്റെ അന്തരീക്ഷം മാറി മറഞ്ഞത്. മേക്കപ്പ് റൂമിനടുത്തേക്ക് ബന്ധുക്കളുടെ അസാധാരണമായ തിരക്കും അവ്യക്തമായ സംസാരവും ആദ്യം അവൾ കാര്യമായി എടുത്തില്ലെങ്കിലും പലരുടെയും മുഖത്തെ ഭാവവ്യത്യാസം കണ്ടപ്പോൾ അവളും അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചു. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരുടെയും മുഖം കണ്ടിട്ട് അത്ര പന്തിയല്ലല്ലോ. കല്ലുവിന് ഒന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും ഓഡിറ്റോറിയത്തിന്റെ പല ഭാഗത്തായി ചെറിയ അടക്കം പറച്ചിലുകൾ ഉയർന്നു തുടങ്ങിയിരുന്നു. ആളുകൾ പരസ്പരം നോക്കി എന്തൊക്കെയോ പറയുന്നു. അച്ഛനും അമ്മയും ഗീതാന്റിയുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നത് അവൾ കണ്ടു. ഗീത അപ്പോൾ മേക്കപ്പ് റൂമിലെ കസേരയിൽ തളർന്നിരുന്ന് കരയുന്നുണ്ടായിരുന്നു. ആരൊക്കെയോ അടുത്തുനിന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. കല്ലു വേഗം അവിടേക്ക് നടന്നെടുത്തു. അവളുടെ ഉള്ളിൽ അകാരണമായ ഒരു ഭയം വന്നു നിറയുന്നുണ്ടായിരുന്നു. എന്താമ്മേ, എന്തു പറ്റി ഗീതാന്റിക്ക്? കല്ലു ശ്രീദേവിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ശ്രീദേവി കല്ലുവിനെ നോക്കി. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മുഖത്ത് ഇപ്പോഴും ഒരു ഞെട്ടലുണ്ടായിരുന്നു. അമ്മേ പറ, എന്താ ഉണ്ടായേ? അവൾ വീണ്ടും ചോദിച്ചു. അപ്പോഴാണ് അടുത്തു നിന്നൊരു സ്ത്രീ രഹസ്യം പോലെ അത് പറഞ്ഞത്. കല്യാണപ്പെണ്ണ് പോയി കളഞ്ഞ മോളെ. ഇന്നലെ രാത്രി അവൾ ആരോടും പറയാതെ ഏതോ ഒരു നസ്രാണി ചെക്കൻ്റെ ഒപ്പം ഒളിച്ചോടിയെന്ന്.
കുട്ടിയുടെ അച്ഛൻ ഇപ്പോഴാണത്ര വിവരം അറിയിച്ചത്. അവൾ മുറിയിൽ ഏതാണ്ട് കത്തോ മറ്റോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെന്ന്. കല്ലു അത് കേട്ട് തറഞ്ഞു നിന്നുപോയി. അവൾ വേഗം വെട്ടിത്തിരിഞ്ഞ് ഗ്രീൻ റൂമിന്റെ ഡോറിനടുത്തേക്ക് നോക്കി. അവിടെ മാധവ് നിൽക്കുന്നുണ്ട്. ആളുടെ മുഖത്ത് വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല. എങ്കിലും ആ നിമിഷം ആദ്യമായി അവൾക്ക് അവനോട് ചെറിയൊരു സഹതാപം തോന്നി. സമയം കടന്നു ചെല്ലുന്തോറും കാര്യങ്ങൾ കൂടുതൽ വഷളായി തുടങ്ങി. ഗീത കല്ലുവിന്റെ അമ്മയുടെ തോളിൽ തലചായ്ച്ച് തളർന്നിരിക്കുകയാണ്. അവരുടെ കണ്ണീരിൽ കുതിർന്ന മുഖം കണ്ട് അവൾക്ക് സങ്കടം തോന്നി. രാജീവ് അങ്കിൾ തലയിൽ കൈവച്ച് റൂമിന്റെ ഒരു വശത്തിരിക്കുന്നു. അച്ഛൻ തൊട്ടടുത്തിരുന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വേണു, രാജീവിന്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. എല്ലാം തീർന്നടാ. എൻ്റെ മകന്റെ ജീവിതം, ഞങ്ങളുടെ അഭിമാനം, സന്തോഷം, എല്ലാം എല്ലാം ഇന്നത്തോട് തീർന്നു. ഞങ്ങളിനി എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? അയാൾക്ക് വേദന അടക്കാൻ കഴിഞ്ഞില്ല. ഏട്ടനൊന്ന് സമാധാനപ്പെട്, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താം. വേണു അയാളെ ആശ്വസിപ്പിക്കാൻ എന്നോണം പറഞ്ഞു. എന്തു വഴി? ഇനി എന്തു വഴിയാണ് ഞങ്ങൾക്കുള്ളത്? അയാൾ നിറഞ്ഞ കണ്ണുയർത്തി വേണുവിനെ നോക്കി. അദ്ദേഹത്തിന്റെ മുഖം കൂടുതൽ നിസ്സഹായമായി. ആളുകളെല്ലാം വന്നു കഴിഞ്ഞു. എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. ഇന്നിനി ഈ വിവാഹം നടന്നില്ലെങ്കിൽ അത് ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂടി അവസാനമാണ്. ഞങ്ങൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അങ്കിളിന്റെ ഇടർച്ചയോടുള്ള ചോദ്യം കേട്ട് എല്ലാവരും എന്തു വേണമെന്നറിയാതെ നിന്നു. രാജീവ് അങ്കിൾ വേദനയോടെ അടുത്തു ചെന്ന് ആന്റിയെ ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് ഗീതാന്റി രാജീവ് അങ്കിളിന്റെ ചെവിയിൽ പതിയെ എന്തോ പറയുന്നത് കേട്ടു. പെട്ടെന്ന് അവർ ഇരുവരുടെയും നോട്ടം കല്ലുവിന്റെ നേർക്കായി. അവൾ കാര്യം മനസ്സിലാവാതെ അവരെ നോക്കി. പെട്ടെന്ന് തന്നെ അങ്കിൾ അടുത്തേക്ക് വന്ന് കല്ലുവിന്റെ അച്ഛന്റെ കാലുകളിലേക്ക് വീഴാനാഞ്ഞു. എല്ലാവരും ഞെട്ടലോടെയും സംശയത്തോടെയും നോക്കി. അച്ഛൻ വെപ്രാളപ്പെട്ട് അദ്ദേഹത്തെ പിടിച്ചുയർത്തി. രാജീവേട്ട, നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത്? എണീക്ക്. പറയുമ്പോൾ വേണുവിന്റെ ശബ്ദമിടറി. അദ്ദേഹം ഉടനെ അച്ഛന്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, വേണു, എനിക്കിപ്പോ സഹായം ചോദിക്കാൻ നീ മാത്രമേ ഉള്ളൂ. നീ ഒരാൾ വിചാരിച്ച ഞങ്ങളെ ഈ മാനക്കേടിൽ നിന്ന് രക്ഷിക്കാം. ഞങ്ങളെ നീ കൈവിടിയരുത്. വേണു, നിന്റെ മോളെ കല്യാണിയെ, അവളെ ഞങ്ങൾക്ക് തരുമോ? മരുമകളായിട്ട്? അല്ല, ഞങ്ങളുടെ മകളായിട്ട് തന്നെ. എൻ്റെ മാധവിന് വേണ്ടി. അപ്രതീക്ഷിതമായ അദ്ദേഹത്തിന്റെ ആ ചോദ്യം ആ ഒച്ചപ്പാടുകൾക്കിടയിലും കല്ലുവിന്റെ ചെവിയിൽ ഒരു ഇടിമുഴക്കം പോലെയാണ് വന്നു പതിച്ചത്. ഏട്ടാ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? കല്ലു, അവള് പഠിക്കുകയാണ്. ഞങ്ങൾ ഇതുവരെയും അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. വേണുവിന്റെ ശബ്ദം വിറച്ച് വിറച്ച് നേർത്തു പോയിരുന്നു. എനിക്കറിയാം, പക്ഷെ ഞങ്ങൾക്ക് വേറെ വഴിയില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ബന്ധം വെച്ച് നോക്കുമ്പോ മാധവ് കല്ലുവിന്റെ മുറച്ചെറുക്കനല്ലേ? അതുമല്ല, കല്ലുമോളേക്കാൾ നല്ലൊരു കുട്ടിയെ ഇനി ഞങ്ങൾക്ക് കിട്ടുകയില്ല. അവളെ ഞങ്ങൾക്കെല്ലാം എത്ര ഇഷ്ടമാണെന്നറിയോ? ഞങ്ങളവളെ പൊന്നു പോലെ നോക്കിക്കോളാം, ഒരു കുറവും വരുത്താതെ. നിനക്ക് ഞങ്ങളെ വിശ്വാസമില്ലേ? പ്ലീസ് വേണു, പറ്റില്ലെന്ന് പറയരുത്. ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. രാജീവ് വീണ്ടും അച്ഛന്റെ കാൽക്കലേക്ക് കുനിഞ്ഞു. കല്ലുവിന് തല കറങ്ങുന്നത് പോലെ തോന്നി. താൻ മാധവ് സാറിനെ വിവാഹം ചെയ്യാനോ? ഇല്ല, ഇത് നടക്കില്ല. ഒരിക്കലും നടക്കുന്ന കാര്യമല്ലത്. അച്ഛനും അമ്മയും നടുക്കത്തോടെയും നിസ്സഹായതയോടെയും പരസ്പരം നോക്കുന്നത് അവൾ കണ്ടു. വർഷങ്ങൾക്ക് മുൻപ് തൊട്ടുമുന്നിൽ നിൽക്കുന്ന ഈ നല്ല മനുഷ്യർ ചെയ്ത സഹായങ്ങളുടെ കണക്ക് പുസ്തകം അവരുടെ മുന്നിൽ നീണ്ടു നിവർന്നു കിടക്കുന്നത് പോലെ. കല്ലുമോളെ. അല്പനേരത്തിനു ശേഷം തോളിൽ തട്ടി വിളിക്കുമ്പോൾ ശ്രീദേവിയുടെ ശബ്ദം ദൂരെ എവിടെയോ നിന്ന പോലെയാണ് അവൾ കേട്ടത്. എനിക്ക് പറ്റില്ലമ്മേ. കല്യാണി കഴിവതും ഉറച്ച ശബ്ദത്തിൽ പറയാൻ ശ്രമിച്ചു. പരിഭ്രമത്താൽ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി വിറച്ചു. എനിക്കിതിന് കഴിയില്ല. ശ്രീദേവി കല്യാണിയുടെ കൈകളിൽ മുറുക്കി പിടിച്ചിരുന്നു. മോളെ, അമ്മയ്ക്ക് അറിയാം മോൾക്കിത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ലെന്ന്. പക്ഷേ ഗീതേച്ചിയുടെ മുഖം നീ കണ്ടില്ലേ? ചേച്ചി ആകെ തകർന്നിരിക്കുകയാണ്. രാജീവേട്ടന്റെ അവസ്ഥയും മറിച്ചല്ല. അവരെല്ലാവരും ഒത്തിരി സങ്കടത്തിലാണ്. മോൾക്കറിയാലോ, അവരന്നില്ലായിരുന്നെങ്കിൽ നീ കാണുന്ന നമ്മൾ ഉണ്ടാകുമായിരുന്നില്ല. നമ്മുടെ വീട്, നമ്മുടെ ഇന്നത്തെ സന്തോഷം, ഈ ജീവിതം, എല്ലാം അവർ കാരണമാണ്. അതിന് ഞാൻ എൻ്റെ ജീവിതം കൊടുക്കണമേ. കല്യാണിയുടെ ശബ്ദം കരച്ചിലായി പുറത്തു വന്നു. എനിക്ക് മാധവ് സാറിനെ ഇഷ്ടമല്ല. ഞാൻ സാറിനെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. എനിക്കിപ്പോൾ ഇങ്ങനൊരു വിവാഹം വേണ്ടമ്മേ. ഇഷ്ടമൊക്കെ പിന്നെ വന്നോളൂ മോളെ. അവൻ നല്ലവനാ. നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല.
വേണു അവളുടെ തലയിൽ തലോടി. ഒരച്ഛൻ്റെ നിസ്സഹായത മുഴുവൻ ആ സ്പർശത്തിലുണ്ടായിരുന്നു. കല്യാണി നിശബ്ദയായിരുന്നു. എതിർക്കാൻ ഇനി വാക്കുകളില്ലെന്ന് അവൾക്ക് തോന്നി. എതിർത്തിട്ട് കാര്യമില്ലെന്ന് തോന്നി. തൻ്റെ ശക്തിയെല്ലാം ചോർന്നു പോകുന്നത് പോലെ തോന്നി. അതേസമയം തൊട്ടടുത്ത മുറിയിലിരിക്കുകയായിരുന്നു മാധവ്. അവന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയിരുന്നു. മാധവ്, രാജീവ് അവന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് എന്തോ പറയാനാഞ്ഞു. വേണ്ട, അച്ഛനൊന്നും പറയണ്ട. എനിക്കറിയാം അച്ഛൻ എന്താ പറയാൻ വരുന്നതെന്ന്. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ, നോട്ട് എവർ ഗോയിങ് ടു ഹാപ്പൻ. ദേഷ്യത്തോടെ ഇത് പറയുമ്പോൾ അവന്റെ ശബ്ദം വല്ലാതെ കടുത്തിരുന്നു. മോനെ, നീ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കുക. ഈ വിവാഹം നടന്നില്ലെങ്കിൽ സോ വാട്ട്? നടന്നില്ലെങ്കിൽ ഇപ്പം എന്താ? പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. അഭിമാനം സംരക്ഷിക്കാൻ വെറും ഒരു അഡ്ജസ്റ്റ്മെന്റ് കല്യാണത്തിന് വേണ്ടി എൻ്റെ ലൈഫ് പണയം വെക്കണം എന്നാണോ അച്ഛൻ പറയുന്നത്? അതും കല്യാണി, അവൾ എൻ്റെ വെറും ഒരു സ്റ്റുഡൻ്റ് അച്ഛാ. അതിനപ്പുറം ഞാൻ അവളെ സങ്കല്പിച്ചിട്ട് പോലുമില്ല. അവൻ പറഞ്ഞു നിർത്തി. ഇതുവരെയും അങ്ങനെയൊന്നും കണ്ടു കാണില്ലെങ്കിൽ കൂടിയും അവൾ നിന്റെ മുറപ്പെണ്ണാണ് മാധവ്. എന്തുകൊണ്ട് നിന്റെ ഭാര്യയാകാൻ യോഗ്യതയുള്ളവൾ. അദ്ദേഹം അവനെ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തി. മാധവ് അപ്പോഴും നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ടിരുന്നു. പല ആവർത്തി പറഞ്ഞിട്ടും അവൻ വഴങ്ങാതെ വന്നപ്പോൾ രാജീവിന്റെ നിയന്ത്രണം വിട്ടു തുടങ്ങിയിരുന്നു. മാധവ്, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? നമുക്ക് വേറെ വഴിയില്ല. നീ ഇതിന് സമ്മതിക്കണം, സമ്മതിച്ചേ പറ്റൂ. അല്ലെങ്കിൽ എന്തൊക്കെയാ സംഭവിക്കുക എന്ന് പോലും പറയാൻ പറ്റില്ല. നിനക്കറിയാലോ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതുപോലൊരു സിറ്റുവേഷൻ താങ്ങാൻ പറ്റിയ ആരോഗ്യസ്ഥിതി അല്ല അവളുടേത്. കാര്യങ്ങൾ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങനെയല്ല, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും വാശി കാണിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ ആയിക്കോ. പക്ഷെ അതോടൊപ്പം എല്ലാത്തിനും ഒടുക്കം അച്ഛൻ്റെയും അമ്മയുടെയും ശവം കാണാൻ കൂടി മോൻ തയ്യാറായിക്കോ. വിറയാർന്ന ശബ്ദത്തിൽ അദ്ദേഹം അത് പറയുമ്പോൾ മാധവ് ഞെട്ടലോടെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. ആ മനുഷ്യന്റെ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ അവന്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ കുത്തിയിറങ്ങി. പിന്നീട് അങ്ങോട്ട് നടന്നതെല്ലാം മാധവനും കല്ലുവിനും ഒരു ദുസ്വപ്നം പോലെയാണ് തോന്നിയത്. കല്യാണിയെ വധുവാക്കിക്കൊണ്ട് വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകൾ വളരെ വേഗം പുനരാരംഭിച്ചു. ഏറ്റവും ഒടുവിൽ തോൽവി സമ്മതിച്ചുകൊണ്ട് മഹിമയുടെ കൈകളിൽ മുറുകെ പിടിച്ച് മണ്ഡപത്തിലേക്ക് നടക്കുമ്പോൾ കല്ലു അക്ഷരാർത്ഥത്തിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വധുമാറിയതിലുള്ള സംശയം പലരുടെയും മുഖത്ത് പ്രകടമാണ്. ഓരോരുത്തരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി. നിറ കണ്ണുകളോടെ മാധവ് സാറിന്റെ താലി ഏറ്റുവാങ്ങുമ്പോൾ ഇതെല്ലാം വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നെങ്കിലെന്ന് കല്യാണി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുപോയി.